നമ്മൾ ബസ് ഇറങ്ങി കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ളൊരു ഗ്രൗണ്ടാണ്. ഞാൻ റൂം വെക്കേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ബാഗൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. ഇവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ക്ലോക്ക് റൂമാണ്. ക്ലോക്ക് റൂമിൽ ബാഗ് വെച്ചിട്ട് പോകാമെന്നാണ് പറഞ്ഞത്. ക്ലോക്ക് റൂം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ്. അവിടെ ചെന്ന് ബാഗൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് അകത്തോട്ട് കയറാനായിട്ട്. ഞാൻ ലഗേജൊക്കെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ചിട്ട് വന്നതാണ്. അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ ലഗേജുകളൊക്കെ സൂക്ഷിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. പിന്നെ ഉള്ളതെന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിലും എടുക്കാം, ഓഫ്ലൈനായിട്ട് എടുക്കാം. ഞാൻ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുത്തത്. ഞായറാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ തിരക്ക് കൂടുതലായിരിക്കും എന്നുള്ള കരുതി ഞാൻ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തായിരുന്നു. ഓൺലൈനായിട്ട് വേണമെങ്കിലും എടുക്കാം. ഓഫ്ലൈനായിട്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ തിരക്ക് കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഓൺലൈനായിട്ട് പറ്റുമെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ 3 രീതിയിലുള്ള ടിക്കറ്റാണുള്ളത്. നോർമൽ ടിക്കറ്റ് 150 രൂപ, പിന്നെ വ്യൂയിങ് ഗാലറി കാണാനായിട്ടുള്ള ടിക്കറ്റ് 380 രൂപ, 1080 രൂപയ്ക്ക് എക്സ്പ്രസ് എൻട്രി. ഇതെന്താണെന്ന് ഞാൻ മുന്നോട്ട് വരുമ്പോഴത്തേനും ഞാൻ പറയാം. നമുക്ക് ഈ ഏകതാ നഗറിലെ കാഴ്ചകളൊക്കെ കൊണ്ടുകൊണ്ട് ഈ പട്ടേൽ പ്രതിമയെക്കുറിച്ചിട്ടും ഇതിൻ്റെ നിർമ്മാണത്തിനെക്കുറിച്ചും ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നമുക്കറിയാം ഈ ഏകതാ പ്രതിമയാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പ്രതിമയെന്ന് പറയുന്നത്. ഇതിൻ്റെ ഉയരം 182 മീറ്ററാണ്. 128 മീറ്റർ ഉയരമുള്ള ചൈനയിലെ സ്പ്രിംഗ് ടെമ്പിളിലെ ബുദ്ധൻ്റെ പ്രതിമയാണ് തൊട്ട് പുറകിലുള്ളത്. 25,500 ടണ്ണ് സ്റ്റീലും അതുപോലെ തന്നെ 70,000 ടണ്ണ് സിമെൻറ്റും 1,700 ടൺ ബ്രോൺസുമാണ് ഈ പട്ടേൽ പ്രതിമ പണിയാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഗുജറാത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട സോമനാഥ ക്ഷേത്രവും അതുപോലെ തന്നെ ദ്വാരകയും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും അതിനെ കഴിഞ്ഞൊക്കെ വളരെ വെൽ മാനേജ്ഡാണ്. നല്ല വൃത്തിയും വെടിപ്പും ഉള്ള ഒരു സ്ഥലമാണ് നമുക്ക് ഈ ഏകതാ പ്രതിമയുടെ ചുറ്റുവട്ടത്തൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം അനേകം വിവാദങ്ങൾ ഈ ഏകതാ പ്രതിമയെ ചൊല്ലി ഇത് നിർമ്മിക്കുന്നതിന് മുമ്പ് നിർമ്മിച്ചുകൊണ്ടിരുന്നപ്പോഴും നിർമ്മിച്ചു കഴിഞ്ഞപ്പോഴും ഇപ്പോഴും ഇതിനെക്കുറിച്ചുള്ള വിവാദങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുടക്കുമുതലാണ്. ഏകദേശം 3,000 കോടി രൂപയോളമാണ് ഈ ഏകതാ പ്രതിമ നിർമ്മിക്കാനായിട്ട് ചിലവായിരിക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഗതി, ഈ 2023 വരെയുള്ള കണക്കനുസരിച്ച് 400 കോടിയിലധികം രൂപ ഇതിൻ്റെ ടിക്കറ്റിൽ നിന്ന് മാത്രം, ടിക്കറ്റ് വിറ്റതിൽ നിന്ന് മാത്രം 400 കോടി രൂപയോളം കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇത് പണിയാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരിക്കലും ഇതിനകത്തുനിന്ന് ഉള്ള ഒരു വരുമാനം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു ലക്ഷ്യം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടൊന്നും ആയിരിക്കുകയില്ല. ഒരു ദേശീയമായിട്ടുള്ള ഒരു താല്പര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണെങ്കിലും ഇതിനോടനുബന്ധമായിട്ടുള്ള മറ്റു പല കാര്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ അനേകം ആൾക്കാർക്ക് തൊഴിലിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് ഈ പ്രതിമ കണ്ടതിന് ശേഷം നമുക്ക് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം 1947 നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം പല നാട്ടുരാജ്യങ്ങളും അനേകം നാട്ടുരാജ്യങ്ങൾ, ഏകദേശം 500-ൽ പരം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ആ നാട്ടുരാജ്യങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് ചേർക്കുന്നതിൽ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു പങ്ക് വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ അതാണ് ഇതിന് ഏകതാ പ്രതിമ, ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്നയാളെന്നുള്ള രീതിയിലാണ് ഇതിന് ഏകതാ പ്രതിമ എന്നുള്ള പേര് വരുന്നതും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ വ്യത്യസ്തമായിട്ടുള്ള ചില ഐഡിയകളാണ്. ഞാനിതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ, ഈ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, ഏകദേശം 6 ലക്ഷം ഗ്രാമങ്ങളിൽ നിന്ന് കർഷകർ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ആയുധങ്ങൾ, ചെറിയ ചെറിയ ആയുധങ്ങൾ, ലോഹം കൊണ്ടുള്ള ആയുധങ്ങളൊക്കെ ശേഖരിച്ച്, നമ്മളോർക്കണം 1, 2 അല്ല 6 ലക്ഷത്തോളം ഗ്രാമങ്ങളിൽ നിന്ന് അവ ശേഖരിച്ച് കൊണ്ടുവന്ന് അതൊക്കെ ഉരുക്കിയ ലോഹങ്ങളും ഈ പ്രതിമയുടെ പല ഭാഗങ്ങളിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്ത് വ്യത്യസ്തമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. നമുക്കിത് കേൾക്കുമ്പോൾ ഇതിനൊന്നും വലിയ പ്രാധാന്യമില്ലെങ്കിലും ഒരു ഏകത എന്നുള്ളൊരു ഐഡിയ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിനൊക്കെ വളരെ പ്രാധാന്യം ഉള്ള കാര്യങ്ങളാണല്ലോ. ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, ഒരു 400 കോടി രൂപയോളം 2003 വരെ ഇതിൽ നിന്ന് ടിക്കറ്റിൻ്റെ വരുമാനത്തിൽ നിന്ന് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ഓർക്കണം, കോവിഡായിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളം വിനോദസഞ്ചാരികളൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗിയും വലുപ്പവും ഒക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ഇതൊക്കെ വീഡിയോ ക്യാമറയിൽ, എൻ്റെ ക്യാമറ അല്ല എത്ര നല്ല ക്യാമറയിൽ പകർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു വലുപ്പത്തിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളിവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ പറ്റുകയുള്ളൂ. 2013 ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ പണി ആരംഭിക്കുന്നത്. 2018 പണി പൂർത്തിയാക്കുന്നത്. ഏകദേശം 5 വർഷം കൊണ്ടാണ് ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നത്. ഇന്ത്യയിലെ പ്രസിദ്ധമായിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ടുള്ള L&T ആണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പണിയുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഏറ്റവും അടുത്തെത്തിയിരിക്കുകയാണ്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയുടെ പാദങ്ങളിൽ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നോക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് മനസ്സിലാകുന്നത്.
ഇവിടെ നമുക്ക് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത നമുക്ക് കാണാം. വലിയ പ്രതിമകൾ, ലോകത്തിലെ മറ്റ് വലിയ പ്രതിമകൾ വെച്ച് നോക്കുമ്പോൾ ഇത് 2 പാദങ്ങളിൽ മാത്രമായിട്ടാണ് ഇത് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു ബേസ്മെൻറ്റ്, അങ്ങനെ പ്രത്യേകിച്ചൊരു ബേസ്മെൻ്റ് ഇല്ല. മറ്റ് പല ലോകത്തിലെ മറ്റ് പല വലിയ പ്രതിമകൾ നമുക്ക് കാണാം, ഈ പാദങ്ങൾ ഇതുപോലെ കാണത്തില്ല. പാദത്തിന് ചുറ്റും ഒരു ബേസ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയായിരിക്കും ഇത് പണിതിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. സെപ്പറേറ്റ് 2 പാദങ്ങളിൽ നിൽക്കുന്നത് പോലെ തന്നെ നമുക്കിത് അറിയാനായിട്ട് പറ്റും. ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പോലെ തന്നെ മറ്റ് പ്രതിമകൾ, ഇതിനോടടുത്ത് നിൽക്കുന്ന മറ്റ് പ്രതിമകളിൽ നിന്ന് ഇതിനുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതിമകളൊക്കെ ഒന്നുകിൽ ദൈവങ്ങളുടെയോ അല്ലെങ്കിൽ സാങ്കല്പിക കഥാപാത്രങ്ങളുടെയോ ഒക്കെ ആയിരിക്കും. അതൊന്നും വ്യക്തമായിട്ട് ആരും കണ്ടിട്ടുള്ള ഒരു രൂപങ്ങളുടെ പ്രതിമകളല്ല അവയൊന്നും. പക്ഷേങ്കിൽ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വല്ലഭായ് പട്ടേലിനെ കണ്ടിട്ടുള്ള ആൾക്കാരുമുണ്ട്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ അങ്ങനെ ഒരാളുടെ പ്രതിമ, അതും ഇത്രയും വലിയൊരു പ്രതിമ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു വെല്ലുവിളി വളരെ വലുതായിരുന്നെന്നാണ് ഇതിൻ്റെ നിർമ്മാണത്തിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇത് നിർമ്മിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു രൂപരേഖകളൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പട്ടേലിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ആയിരക്കണക്കിന് ഫോട്ടോകളും ശില്പങ്ങളും, അതായത് പല പൊസിഷനിലുള്ള ഫോട്ടോകളും ശില്പങ്ങളും ഒക്കെ ശേഖരിച്ച് ആദ്യം ഇതിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി. ചെറിയൊരു പ്രതിമ, ചെറിയ പ്രതിമ എന്ന് പറഞ്ഞാൽ അതിന് 30 അടി ഉയരമുണ്ടായിരുന്നു. ആ പ്രതിമ ഇപ്പം ഗാന്ധിനഗറിൽ ഇപ്പോൾ ആ പ്രതിമ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഈ ചെരുപ്പിൻ്റെയൊക്കെ അതിൻ്റെ തയ്യൽ വരെ ഇവിടെ അതുപോലെ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് വളരെ അപാരമായിട്ടുള്ളൊരു സംഭവമാണ്. ഇതിനെയും വിമർശിച്ചുകൊണ്ട്, ഈ പട്ടേൽ പ്രതിമയുടെ ഫിനിഷിങ് പോരാ എന്ന് പറഞ്ഞിട്ട് വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ട്. അവരോടൊക്കെ എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. നമ്മളിത് തുടങ്ങിയപ്പോഴത്തേനും നമ്മളിതിൻ്റെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നത് 150 രൂപ ആണ് ഒരു നോർമൽ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ. അത് 150 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് കാണാം. അതുപോലെ ഇതിൻ്റെ താഴെ കുറച്ച് സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഒരു നെക്സ്റ്റ് ലെവൽ ടിക്കറ്റ് എന്ന് പറയുന്നത് 380 രൂപയുടെ ടിക്കറ്റാണ്. 380 രൂപയുടെ ടിക്കറ്റ് നമുക്ക് വ്യൂയിങ് ഗാലറി എന്ന് പറഞ്ഞാൽ ഇതുവഴി ലിഫ്റ്റ് വഴി നമുക്ക് മുകളിൽ കയറിപ്പോകാം. മുകളിൽ കയറിപ്പോയി ഏകദേശം ഈ പട്ടേൽ പ്രതിമയുടെ ഏകദേശം നെഞ്ചിൻ്റെ ഭാഗം വരെ നമുക്ക് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് വെളിയിലത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അതിന് 380 രൂപയാണ്. അതുകൂടാതെ 1080 രൂപ എന്ന് പറയുന്നത് ഈ വ്യൂയിങ് ഗാലറിയിലോട്ട് പോകുന്നത് അത് തന്നെയാണ് ഈ 1080 രൂപയ്ക്ക്. പക്ഷേ അത് നമുക്ക് സ്പീഡിൽ ക്യൂ ഒന്നും നിൽക്കാതെ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. ഈ വ്യൂയിങ് ഗാലറിയിലോട്ട് പോകാനായിട്ട് ചിലപ്പം കുറച്ച് ക്യൂ ഒക്കെ കാണുന്നത്, ലിഫ്റ്റാണ് പോകുന്നത്. ആ ലിഫ്റ്റിലോട്ട് കയറാനായിട്ട് ശകലം ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും. അത് ഒഴിവാക്കി പോകാനായിട്ടാണ് ഈ 1080 രൂപ. ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷന് ഏകതാ നഗർ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. പക്ഷേ അവിടെ നിന്ന് ബാക്കി സ്ഥലങ്ങളിലോട്ടൊക്കെയുള്ള കണക്ടിവിറ്റി വളരെ കുറവാണ്. ആ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഈ ലോ ഫ്ലോർ ബസ്സുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഈ വഡോദര അല്ലെങ്കിൽ അഹമ്മദാബാദ് ആയിരിക്കും ഏറ്റവും അടുത്തുള്ളത്. അഹമ്മദാബാദിൽ 160 കിലോമീറ്റർ ഉണ്ട്, വഡോദരയിൽ നിന്ന് 90 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിലായിരിക്കും നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് എളുപ്പം. അതുപോലെ ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ഈ ഗുജറാത്ത് യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഈ പട്ടേൽ പ്രതിമ, അതുപോലെ തന്നെ ദ്വാരക, അതുപോലെ സോമനാഥം, ഈ 3 സ്ഥലങ്ങളും കൂടെ ഒന്നിച്ച് വേണമെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇതിൻ്റെ ബേസ്മെൻറ്റ് വന്നിരിക്കുകയാണ്. നമ്മൾ മുമ്പ് നിന്ന് ആ ഭാഗത്തിൻ്റെ താഴെ ഭാഗമാണ്. ഇവിടെ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാൻ അത്യാവശ്യം കുറച്ച് പെട്ടെന്ന് കാണാനുള്ള കുറച്ച് സംഗതികളൊക്കെ ഉണ്ട്. ഈ ഇതിൻ്റെ നിർമ്മാണത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഈ പട്ടേലിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നതിന് നമുക്ക് അഡീഷണൽ പൈസ ഒന്നും വേണ്ട. നമുക്ക് ആദ്യത്തെ 150 രൂപയ്ക്ക് തന്നെ ഇവിടെ വരെയൊക്കെ നമുക്ക് വരാം. ഇതാണ് വ്യൂയിങ് ഗാലറിയിലേക്ക് പോകാനായിട്ടുള്ള ക്യൂ ആണ്. ഇതാണ് പറഞ്ഞ് 380 രൂപയ്ക്കാണ്. ഇപ്പോൾ ക്യൂ നിൽക്കണമെന്നേ ഉള്ളൂ. 380 കുറച്ചാണ് ക്യൂ നിന്ന് കഴിഞ്ഞാൽ 380 രൂപയ്ക്ക് നമുക്ക് മുകളിൽ പോയിട്ട് ഇതിൻ്റെ നെഞ്ച് ഭാഗം, അതായത് നമ്മുടെ ഈ പട്ടേൽ പ്രതിമയുടെ നെഞ്ച് ഭാഗത്ത് നിന്നിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ, അവിടെ നിന്ന് നമുക്ക് വെളിയിലോട്ടൊക്കെയുള്ള കാഴ്ചകൾ കാണാം. അല്ലെങ്കിൽ ക്യൂ നിൽക്കാൻ കഴിയുമെങ്കിൽ 1080 രൂപ കൊടുക്കണം. അത് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 380 രൂപ കൊടുത്ത് കാണാനായിട്ടുള്ള സംഗതിയൊന്നും മുകളിലില്ല. അതൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ആകെപ്പാടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ജനലിൽ കൂടെ ഉള്ള ഒരു വ്യൂ മാത്രമാണുള്ളത്. ഇവിടെ അടുത്ത